രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണക്കത്തുമായി വന്നു ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ ഡൽഹിയിൽ. സീതാറാം യെച്ചൂരി ചോദിച്ചു, എന്താ കത്ത്? രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വന്നു. പോവല്ലേ, മറുപടി ഇപ്പൊ തരാം. മറുപടി കൊടുത്തു. എന്താ മറുപടി? നോ, വരുകില്ല. എന്താ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ക്ഷേത്രത്തിൽ പോകാത്ത? ക്ഷേത്രത്തിന്റെ ആഘോഷങ്ങൾക്ക് ഇതാ ഇവരെ പോലെയുള്ളവര് ഗാനമേള നടത്തുമ്പോ ആ ഗാനമേള കേൾക്കാൻ അമ്പലത്തിൽ ആരാ പോകുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ. ചിലപ്പോ ഒരു വിപ്ലവ ഗാനം പാടും, കമ്മ്യൂണിസ്റ്റുകാർ കൊടി വീശും. കണ്ടില്ല ഞങ്ങള്? നമ്മൾ ക്ഷേത്രോത്സവത്തിന് പോകാതിരുന്നിട്ടുണ്ടോ? പള്ളി പെരുന്നാളിന് പോകാതിരുന്നിട്ടുണ്ടോ? കുണ്ടോട്ടി നേർച്ചയ്ക്ക് പോകാതിരുന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ മറുപടി കൊടുത്തു, വരുകില്ല. ഇയാൾ കത്തുമായിട്ട് നേരെ BJP ഓഫീസിലേക്ക് അല്ല പോയത്, ഇടയ്ക്ക് വേറെ ഓഫീസ് കത്ത് കൊടുക്കാണ്ട്. ഏതാണ് ഓഫീസ്? AICCന്റെ ഓഫീസ്. കത്ത് കൊടുത്തു, രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് വരണം. പ്രത്യേക AICCന്റെ യോഗം ചേർന്നു. ആലോചിച്ചു. ചിലര് പറഞ്ഞു പോവണം, ചിലര് പറഞ്ഞു പോവണ്ട, ചിലര് പറഞ്ഞു പോണ്ടണം. നിങ്ങൾക്ക് മനസ്സിലായോ? പോണ്ടണം എന്ന് പറഞ്ഞാൽ എന്താ? പോവണ്ട എന്ന് മൃദുവായി തീരുമാനിച്ചു. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി, ഹിമാചൽ പ്രദേശിന്റെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പോയി, മന്ത്രിമാര് പോയി. ഒറ്റ ചോദ്യം കോൺഗ്രസേ, BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. മനസ്സിലാക്കുക, BJP ഭരിക്കുന്നത്. എന്തിനാ ഹിമാചൽ പ്രദേശിൽ പൊതു അവധി പ്രഖ്യാപിച്ചത്? രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം പറ. നാളെ ഈ അങ്ങാടിയിൽ മൈക്ക് കെട്ടി മുസ്ലിങ്ങളോട് പറ, നീ മതന്യൂനപക്ഷങ്ങളോട് പറ. എന്താ നിങ്ങൾ പോയി? വിവിധ സംസ്ഥാനങ്ങളിലെ AICC മെമ്പർമാർ പോയി, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാർ പോയി, ഞങ്ങൾ പോയില്ല. അപ്പൊ മുരളീധരന്റെ ഒരു മറുപടി, മുരളീധരൻ. എന്താ മുരളീധരൻ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് അമ്പലം? കമ്മ്യൂണിസ്റ്റുകാർക്ക് അമ്പലമുണ്ടോ? ജാതി മതവും ചാത്തനും പോത്തനും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഓല ഉദ്ഘാടനത്തിന് പോവാത്തതിൽ അത്ഭുതമുണ്ടോ? പ്രിയപ്പെട്ട മുരളീധര, എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, അങ്ങയുടെ വന്ധ്യനായ പിതാവുണ്ടല്ലോ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ, ഈ ഭൂമി മലയാളത്തിൽ കൊടുങ്കാറ്റുണ്ടായാൽ, പേമാരി ഉണ്ടായാൽ, ഈ ഭൂമി മലയാളം ആമ്പലം പറഞ്ഞാൽ എന്തു സംഭവിച്ചാലും മലയാള മാസം 1-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ അങ്ങയുടെ വന്ധ്യനായ പിതാവ് മുടങ്ങാതെ പോകുന്ന ഒരു ക്ഷേത്ര നഗരമുണ്ട് കേരളത്തിൽ. ആ ക്ഷേത്ര നഗരത്തിന്റെ പേരെന്താണെന്നറിയോ? ഗുരുവായൂര്. ഗുരുവായൂരിനെ കുറിച്ച് യേശുദാസ് പാടിയ മനോഹരമായ ഒരു പാട്ടുണ്ട്. എന്റെ ഈ ചെലമ്പിച്ച ശബ്ദത്തിൽ ഞാനിപ്പോ അത് പാടിയാൽ ഒഴിവുള്ള കസേര എടുത്ത് നിങ്ങൾ എന്നെ എറിയും എന്ന നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ഒന്ന് പറയാ, എന്താ യേശുദാസ് പാടിയത്? ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. യേശുദാസിന് അകത്തേക്ക് കയറാൻ പറ്റൂല. എന്താ കാരണം? യേശുദാസ് ക്രിസ്ത്യാനിയാണ്. പ്രിയപ്പെട്ട മുരളീധര, ഈ കേരളത്തിലെ സകല ഹിന്ദുക്കളും തങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്തെ, ഭഗവാൻ ശ്രീകൃഷ്ണനെ, ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ, പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് പരിഹാരം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ ഒരുമിച്ചു പോയി ഗുരുവായൂരമ്പലത്തില്. അവിടെ എത്തിയപ്പോൾ അവരിൽ ചിലരുടെ മുമ്പിൽ ആ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. എന്താ കാരണം? RSSന്റെ തത്വസംഹിത ഇന്ത്യയിലെ ഹിന്ദുവിനെ 4ആയി തിരിച്ചു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണൻ ദൈവപുത്രൻ, ശൂദ്രൻ അവൻ അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ. ശൂദ്രനേക്കാളും താന്നവര് ആരാ? പറയര്, പുലയര്. നാന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ, കേരളത്തിൽ പറയര്, പുലയര് എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞ നാവ് വായിലിടുന്നതിന് മുമ്പ് വായിലെ പല്ല് നിലത്തുണ്ടാവും. അതാ കേരളം. മനസ്സിലായ നിങ്ങൾക്ക്? ഇവർക്ക് പ്രവേശനമില്ല. എന്നാ ഇപ്പൊ ഒന്ന് പോയി നോക്ക്. ഗുരുവായൂർ പോയരില്ല ഇവിടെ? ഉണ്ട്. ഇവിടെ ഗോവിന്ദമാഷ് പറഞ്ഞ ഒരു ഭക്തരാണ്. ഗുരുവായൂർ പോയരില്ല ഇവിടെ? നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ അവിടെ ഒരു ഗേറ്റ് കാണും. എന്താ ഗേറ്റിന്റെ പേര്? AKG ഗേറ്റ്. കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയല്ല. വലിയ സമരം നടന്നു അവിടേക്ക്. ആ സമരത്തിന്റെ പേരാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ആ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റന്റെ പേര് സഖാവ് AKG. ആ സമരകാലത്താണ് കൃഷ്ണപിള്ള ഗുരുവായൂരമ്പലത്തിന് മണിയടിച്ചത്. അന്നുകൊണ്ട് മുളവടിക്കാര് കൃഷ്ണപിള്ളനെ നടപ്പുറം അടിച്ച് കടപ്പുറാക്കി. അന്ന് ആ കൃഷ്ണപിള്ള പറഞ്ഞത്, ഉശിരുള്ള നായര് മണിയടിക്കും, ഇലനക്കി നായര് പുറമടിക്കും. AKG നിരാഹാരം കിടക്കുക ഇല്ലേ? AKGന്റെ ഭാര്യന്റെ പേരെന്താ സഖാവ്? AKGന്റെ ഭാര്യന്റെ പേര് ഗോവിന്ദമാഷ് ചോദിക്കണോ? ചോദിക്കാം, പെട്ടെന്ന് ഓർമ്മയിൽ നിങ്ങൾക്ക് പോയതുകൊണ്ടാ. സുശീല ഗോപാലൻ. ഓർമ്മല്ലേ? സുശീല ഗോപാലൻ. മുഹമ്മദ് സഖാവ് പറയാൻ പറഞ്ഞ സുശീല ഗോപാലൻ ഇല്ലേ? പക്ഷെ ഞാനൊന്ന് തിരുത്തുക, സുശീല AKGയുടെ 2ാമത്തെ ഭാര്യ. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോ AKGയുടെ ഭാര്യ അമ്മാവന്റെ മകളാണ്. AKG നിരാഹാരം കിടക്കുക. അമ്മാവൻ വന്നിട്ട് മരുവനോട് പറഞ്ഞു, എണീക്ക്, ഇത് നമ്മൾ ഉയർന്ന ജാതിക്കാർ. ഏതാ AKGന്റെ ജാതി? നമ്പ്യാര്. നമ്മൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം വരാനുള്ള അമ്പലത്തിൽ കണ്ട പറയനും പുലിയനും ഒക്കെ വരുന്നത് നമുക്ക് അപമാനമാണ്. മരുവൻ എണീക്ക്. അപ്പൊ സഖാവ് AKG പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്നെ കേൾക്കുന്ന സകല മതവിശ്വാസികളും സ്വർണ്ണലിപിയിലേതി വീടിന്റെ അമ്മാരത്ത് ആണി നിറച്ചു വെക്കണം. എന്താ AKG പറഞ്ഞ അറിയോ? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ. എങ്ങനെ? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ സിട്ടാവിനെ കാണാൻ സകല സൃഷ്ടികൾക്കും തുല്യ അവകാശമാണ്. അമ്മോച്ചങ്കാക്ക് മനസ്സിലായി, മരുവൻ ശരിയാവൂല. നേരെ പൊരേ പോയിട്ട് മോളെ കൈ പിടിച്ച് മരുവനട കിടക്കുക. കൈ പിടിച്ചിട്ട് മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുത്തു. മുരളീധര,
സഖാബ് AKGക്ക് സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാനല്ല, ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനം നൽകുന്നതിന് വേണ്ടി സമരം ചെയ്ത മനുഷ്യന്റെ പേരാണ് സഖാബ് AKG.